ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് സൈലൻ്റ് ട്വിൻ ഫ്ലെയിം ജേർണിയെക്കുറിച്ച് മനസ്സിലാക്കാം. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. വളരെ കുറഞ്ഞ ശതമാനത്തിലാണ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഈ സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേർണി വരുന്നത്. അതായത് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നോർമലായിട്ട് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും, ഒരു പാറ്റേൺ ആയിരിക്കും. അതിനെ ബ്രേക്ക് ചെയ്യാനാണ് ഈ ജേർണിയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതും. എന്നാൽ സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യം ഒരു മീറ്റിംഗ്, അതായത് കുറച്ച് നാൾ സംസാരിച്ച് ഒരു ആദ്യത്തെ ബബിൾ ഫേസ് കഴിയുമ്പോൾ വരുന്ന സെപ്പറേഷൻ, ആ ഒരു സെപ്പറേഷനിൽ നമ്മളുടെ കൗണ്ടർ പാർട്ട് നമ്മളെ ബ്ലോക്ക് ചെയ്യുമായിരിക്കാം, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ പോലും ഒരു കോണ്ടാക്റ്റും കാണില്ല. അത് ഒരു ലോങ് സെപ്പറേഷൻ ആയിരിക്കും. അതായത് ഒരു മെസ്സേജ് കാണില്ല, ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഒരു സോഷ്യൽ മീഡിയ സൈഡിൽ നിന്നും നമുക്ക് കിട്ടില്ല. ഒരു തരത്തിലുള്ള ട്രിഗേഴ്സും നമുക്ക് കിട്ടില്ല. സൈലൻ്റ് ആയിരിക്കും ആൾ. അതായത് പലപ്പോഴും നമുക്ക് ഇതൊരു ജേർണി തന്നെയാണോ, ഇത് നമ്മളുടെ കൗണ്ടർ പാർട്ടാണോ എന്നൊക്കെ ഡൗട്ട് വരുന്ന ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടി വരും സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവർ. ഇതെന്തുകൊണ്ടാണെന്ന് നോക്കാം. ആൻഡ് ഈ ഒരു ജേർണിയിലുള്ളവരെങ്ങനെയാണ് ഹീലാവേണ്ടത്. കാരണം ഇടയ്ക്കൊക്കെ നമുക്ക് നമ്മളുടെ കൗണ്ടർ പാർട്ട് വന്ന ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ കിട്ടുന്ന ട്രിഗേഴ്സിലൂടെയാണ് നമ്മൾ ഹീലാവുന്നത്. അതായത് നമ്മളുടെ അൺഹീൽഡ് പാർട്ടിനെ അവർ മിറർ ചെയ്ത് കാണിക്കുമ്പോഴാണ് നമ്മൾ ഹീൽഡ് ആവുന്നത്, അല്ലേ? എന്നാൽ സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേർണി എന്തുകൊണ്ടാണ് ആ സോൾസിന് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, അത് വളരെയധികം ഇവോൾവ്ഡ് ആയിട്ടുള്ള സോൾസ് ആയിരിക്കും, വളരെയധികം അസെൻഡഡ് ആയിട്ടുള്ള സോൾസ് ആയിരിക്കും. മാസ്റ്റർ സോൾസിൽ തന്നെ അസെൻഡഡ് ആയിട്ടുള്ള ഒരു സോൾസ്, വളരെ മെച്യൂർഡ് ആയിട്ടുള്ള സോൾസ് ആയിരിക്കും. അപ്പോൾ ട്വിൻ ഫ്ലെയിം സൈലൻ്റ് ആയിരിക്കുമ്പോൾ ട്രിഗേഴ്സ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്താണ് ഹീൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ എനർജറ്റിക്കലി, അതായത് എല്ലാ ട്വിൻ ഫ്ലെയിംസും അവരുടെ കൗണ്ടർ പാർട്ടുമായിട്ട് എനർജറ്റിക്കലി കണക്റ്റഡ് ആണ്. എന്നാൽ ഈ സോൾസ് ഒത്തിരി ഇവോൾഡ് സോൾസ് ആയതുകൊണ്ട് തന്നെ അവർ 24/7 ടെലിപ്പത്തിക്കലി കണക്റ്റഡ് ആയിട്ടിരിക്കാനുള്ള ഒരു കഴിവ് ഈ സോൾസിനുണ്ട്. അതായത് വളരെ ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾക്ക് ടെലിപ്പത്തി ഒന്നും അറിയില്ല. നമ്മൾക്ക് ടെലിപ്പത്തിക്കലി കണക്ട് ചെയ്ത് ട്വിൻ ഫ്ലെയിംസിൻ്റെ ആ ഒരു എനർജറ്റിക് കണക്ഷൻ ഫീൽ ആവാൻ പറ്റാറില്ല. നമ്മൾ കുറച്ചൊക്കെ ഹീലായി കഴിഞ്ഞിട്ടായിരിക്കും നോർമലായിട്ട് കോമൺ ആയിട്ടുള്ള ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവർക്ക് ഈ ടെലിപ്പത്തിയെക്കുറിച്ചൊക്കെ അറിയുന്നത്. എന്നാൽ സൈലൻ്റ് ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവർക്ക് വെരി ഇനീഷ്യൽ സ്റ്റേജ് തൊട്ട് തന്നെ എനർജറ്റിക്കലി അവരുടെ ഒരു പ്രസൻസ് ഫീൽ ആവുകയും ടെലിപ്പത്തിക്കലി അവർക്ക് ഉള്ള ആ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അടുത്തതായിട്ട് ഇവർ ഡ്രീംസ് ത്രൂ വളരെയധികം കണക്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ നോർമലായിട്ടുള്ള ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിൽ, അതായത് ഈ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ വരുന്ന ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഡ്രീംസ് എന്ന് പറയുന്നത് വളരെ അധികം വരാറില്ല. അതായത് ട്രിഗർ ആവാനുള്ള കാര്യങ്ങളുള്ളപ്പോൾ നമ്മൾക്ക് ഡ്രീംസ് കിട്ടാറുണ്ട്. നമ്മളുടെ കൗണ്ടർ പാർട്ടിൻ്റെ അവേക്കനിങ് നടക്കുമ്പോൾ അവരൊരു സാഡ് ഫോമിലുള്ളപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള കുറേ സന്ദർഭങ്ങളിലായിരിക്കും നമുക്ക് ഡ്രീംസിൽ ഡീകോഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ കിട്ടുന്നത്. എന്നാൽ സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവർ അവരുടെ ഡ്രീംസിലൂടെ ആയിരിക്കും കണക്റ്റഡ്. അതായത് അവർക്ക് ഹീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഡ്രീംസിലൂടെ പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെ അത് ഡീകോഡ് ചെയ്യാൻ, ഇവോൾവ് സോൾസ് ആയതുകൊണ്ട് തന്നെ ഡീകോഡ് ചെയ്യാനും ഓട്ടോമാറ്റിക്കലി ഇവർക്കൊരു ഹിഡൻ ടാലൻറ്റ് കാണും. നമ്മളപ്പോൾ വർക്ക് ചെയ്യേണ്ടത് എല്ലായ്പ്പോഴും എനർജറ്റിക്കലി നമ്മളുടെ കൗണ്ടർ പാർട്ടുമായിട്ട് കണക്റ്റ് ആയിരുന്നിട്ട് ഈ ടെലിപ്പത്തിക്കലി ഒരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടായിരിക്കണം. അറ്റ് ദ സെയിം ടൈം നമ്മൾക്ക് വരുന്ന ഡ്രീംസിനെ നമ്മൾ ഡീകോഡ് ചെയ്യാൻ പഠിച്ചിരിക്കണം. കാരണം ഇവിടെ നമ്മൾക്ക് കുറേ വർഷങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ കാണില്ല, നമ്മളുടെ കൗണ്ടർ പാർട്ടിനെ കുറിച്ച് ഒരു വിവരവും ഒരു ഇൻഫോർമേഷനും നമുക്ക് കാണില്ല. അത് ഡിവൈനായിട്ട് തന്നെ അവിടെ ആ ഒരു സെപ്പറേഷൻ അത്രയും ഇതായിട്ട് തരുന്നതാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരും, ഫെമിനൈൻ എനർജി
ഓക്കെ മേ ബി ഡ്രീംസ് ത്രൂ എനർജറ്റിക്കലി ടെലിപ്പത്തിക് കണക്ഷനിലൂടെയൊക്കെ അവർ മനസ്സിലാക്കി ഹീലാവും. അപ്പോൾ മസ്കുലൈൻ എനർജി എങ്ങനെ ഹീലാവും, അല്ലെങ്കിൽ അവരുടെ അവേക്കനിങ് എങ്ങനെ നടക്കുമെന്നുള്ളത്. ഡിവൈൻ കണക്ഷനാണ്, ഡിവൈൻലി ഗൈഡഡ് ജേർണി ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളെങ്ങനെയാണോ ഗൈഡഡ്, ഫെമിനൈൻ എനർജി എങ്ങനെയാണോ ഗൈഡഡ്, അതേപോലെ തന്നെ മസ്കുലൈൻ എനർജിയും ഈ ജേർണിയിൽ ഗൈഡഡ് ആണ്. അപ്പോൾ ഇവിടെ സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഫെമിനൈൻ എനർജി ഒരിക്കലും ട്രിഗർ കൊടുക്കാറില്ല. കാരണം അവിടെ ഒരു ഓപ്ഷൻ പോലും ഡിവൈനായിട്ട് നമുക്ക് തരാറില്ല ഒരു ട്രിഗർ കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു വഴക്കുണ്ടാകാനോ അങ്ങനെയുള്ള ഒരു കാര്യത്തിനും. സോ ഇവിടെ മസ്കുലൈൻ എനർജി ഹീലാവുന്നത് അല്ലെങ്കിൽ അവേക്കൻ ആവുന്നത് അവരുടെ കാർമിക് ട്രിഗേഴ്സിലൂടെ ആയിരിക്കും. കാരണം സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള ഫെമിനൈൻ എനർജീസിൻ്റെ മസ്കുലൈൻ എനർജീസ് ഹൈപ്പർ മെറ്റീരിയലിസ്റ്റിക് എന്നുള്ള ഒരു വേർഡ് ഉപയോഗിക്കുകയാണ്. അത്രയ്ക്കും മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കും അവർ. ഭയങ്കരമായിട്ട് അവർക്കുള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, അല്ലെങ്കിൽ ആ ഫൈനാൻസിലേക്ക്, അവർക്കുള്ള ഒരു പവറിലേക്ക്, അവർക്കുള്ള ഒരു സോഷ്യൽ സ്റ്റാറ്റസിലേക്ക്, അവർക്കുള്ള ഒരു ഫാമിലി റെസ്പോൺസിബിലിറ്റിയിലേക്കായിരിക്കും. അത് മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യവും അവരെല്ലായ്പ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവരേതാണോ അല്ലെങ്കിൽ അവർ എവിടെയാണോ അവരുടെ എനർജി കൊടുക്കുന്നത് അവിടെ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ വന്നിട്ട് ഓട്ടോമാറ്റിക്കലി ട്രിഗർ കിട്ടുകയും അവിടെ അവേക്കനിങ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതാണ് സൈലൻ്റ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നമ്മൾക്ക് ട്രിഗേഴ്സ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യാതിരിക്കാതെ നമ്മുടെ എനർജിയുടെ മുകളിൽ നമ്മൾ എനർജറ്റിക്കലായിട്ട് ടെലിപ്പത്തിക്കലി നമ്മളുടെ ട്വിൻ ഫ്ലെയിമുമായിട്ടുള്ള കണക്ഷനെ കൂടുതലായിട്ട് അതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാൽ നമ്മൾക്ക് ഹീലാവാനുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ മുമ്പിലേക്ക് എത്തിക്കപ്പെടും. സോ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട് വാട്സപ്പ് നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.